കൈക്കൂലി കേസിൽ പിടിയിലായ മുളവുകാട് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥൻ പി അനൂപിന്റെ സ്വത്ത് വിവരം അന്വേഷിക്കാൻ ഒരുങ്ങി വിജിലൻസ്. കരാറുകാരനെ ഭീഷണിപ്പെടുത്തി പണം വാങ്ങിയ സംഭവത്തിൽ ഇന്നലെയാണ് ഇയാൾ പിടിയിലായത്. പി അനൂപ് ആഴ്ചകൾക്ക് മുൻപ് മഹീന്ദ്ര ഥാർ വാഹനം വാങ്ങിയതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. സഹിൻ ആന്റണിയുണ്ട് വിശദാംശങ്ങളുമായി. സഹിൻ, എന്താണ് സംഭവം? അതിന് ഈ പി അനൂപ് മുളവുകാട് പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറാണ്. അദ്ദേഹത്തിൻ്റെ സ്വത്തുവിവരങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ ഏറ്റവും പുതുതായി ഇറങ്ങിയ മഹീന്ദ്ര താറിൻ്റെ 5 സീറ്റർ താറ് ആദ്യം കേരളത്തിൽ വാങ്ങിയത് ഇദ്ദേഹമാണ്. അതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിൽ അത് വലിയ വൈറലായിരുന്നു. മാത്രമല്ല, ഇത്തരത്തിൽ 3 വാഹനങ്ങൾ, ആഡംബര വാഹനങ്ങൾ ഇദ്ദേഹത്തിനുണ്ട്, 2 വീടുകളുണ്ട് എന്നുള്ളതാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ. അതും കോടികൾ വിലമതിക്കുന്ന വീടുകളാണ്. അപ്പോൾ ഈ പണം എങ്ങനെ ലഭിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ച് വിജിലൻസ് അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിനിടയിൽ ഇദ്ദേഹത്തിന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടായിരുന്നതായാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ അക്കാര്യമൊന്നും വിജിലൻസ് കണക്കിലെടുത്തിട്ടില്ല. മറ്റൊന്ന്, ഇന്നലെ തന്നെ വിജിലൻസ് പിടികൂടുന്ന സമയത്ത് കരാറുകാരനെ ഇദ്ദേഹം ഭീഷണിപ്പെടുത്തിയെന്നുള്ളൊരു ആരോപണം വിജിലൻസ് ഉണ്ടായിരുന്നു, നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. മുൻപ് കഞ്ചാവ് കേസിലെ പ്രതികളെ ഇദ്ദേഹം രക്ഷിക്കാൻ ശ്രമിച്ചു, അവിടെ നിന്ന് പണം വാങ്ങിയെന്നുള്ള മറ്റൊരു ആരോപണം കൂടി നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യമെല്ലാം വിജിലൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയാണ് 5000 രൂപ കരാറുകാരനെ ഭീഷണിപ്പെടുത്തി വാങ്ങാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇദ്ദേഹം പി അനൂപ് പിടിയിലാവുന്നത്. അതേസമയം പി അനൂപ് പറയുന്നത് തന്നെ ചതിയിൽപ്പെടുത്തിയതാണ്. തനിക്ക് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ട്, പക്ഷേ ചില പോലീസിലെ തന്നെ ചില ഉദ്യോഗസ്ഥർക്ക് തന്നോട് ചില ദേഷ്യമുണ്ടായിരുന്നു, അത് തീർത്തതാണ് ഇത്തരത്തിൽ തന്നെ കുടുക്കിയതാണ് എന്നുള്ളൊരു ആരോപണമാണ് പി അനൂപ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ സ്വത്ത് വിവരങ്ങൾ സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്താൻ തന്നെയാണ് വിജിലൻസ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൻ്റെ വാഹനങ്ങളും സ്വത്ത് വിവരങ്ങളും വീടടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ചാണ് വിജിലൻസ് അന്വേഷണം നടത്തുക. ആതിര. ശരി, സഹിൻ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത്.